അച്ഛൻ ഇരിക്കും. അച്ഛൻ വന്നത് മോൾക്ക് ഡിസ്റ്റർബൻസ് ആയോ? ഏയ് ഇല്ലച്ച, ഞാനിവിടെ ചുമ്മാ കിടക്കല്ലേ. ആ, എല്ലാരും ഉണ്ടല്ലോ. അച്ഛനും അമ്മയേട്ടനും ഒരുമിച്ച് വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. രാഹുലേന്റെ കാര്യത്തിൽ ഞാനെന്ത് തീരുമാനം എടുത്തു എന്നറിയാനല്ലേ. പെട്ടെന്നൊരു തീരുമാനം എടുക്കാവുന്ന കാര്യമല്ല അതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മോൾക്ക് ഇനിയും സമയം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി ഈ കാര്യം ചോദിച്ച് ഞങ്ങളാരും മോളെ ബുദ്ധിമുട്ടിക്കൂല. ഞങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടാ മോളെ നിന്നെ ശല്യപ്പെടുത്തുന്നത്. നിന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഉണ്ടാവുന്നവരെ അമ്മയ്ക്ക് ഇനി ഉറക്കമില്ല. അമ്മ നല്ല തീരുമാനം എന്നൊക്കെ പറഞ്ഞ് അവളെ കൺഫ്യൂസ്ഡ് ആക്കല്ലേ. ഇവൾ എന്ത് തീരുമാനം എടുക്കുന്നോ അതാണ് നമുക്ക് നല്ല തീരുമാനം. ആ തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കിയ നമുക്കെല്ലാവർക്കും ഒരേപോലെ സ്വസ്ഥതയുണ്ടാവും. ഞാൻ അതേക്കുറിച്ച് ശരിക്കും ആലോചിച്ച പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഡോക്ടർ മൃദുല രാഹുലേട്ടനെ വിട്ടുപോകാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞപ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് രാഹുലേട്ടനുമായി പുതിയൊരു ജീവിതം ആരംഭിക്കാന്ന് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. പക്ഷേ ഇവിടെ വന്ന് പിന്നെ ആലോചിച്ചപ്പോ അത് ശരിയാവില്ല എന്ന് തോന്നി. മൃദുലയ്ക്ക് പണം നൽകി രാഹുലേട്ടനെ വിലയ്ക്ക് വാങ്ങിയൊരു ജീവിതം എനിക്ക് വേണ്ട. എന്നുവച്ചാ രാഹുലുമായിട്ടുള്ള ബന്ധം പിരിയാന്നാണോ നീ പറയുന്നേ? എടീ, മോൾക്ക് അവന്റെ കൂടെ ഒരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം പിരിയാന്നല്ലേ? ഈശ്വര, പറഞ്ഞതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒക്കെ വെറുതെ ആയല്ലോ. എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും? ഇവളുടെ ഭാവി ഇനിയാണമ്മേ നേർവഴിക്കാകാൻ പോകുന്നത്. അമ്മ കേട്ടിട്ടില്ലേ ഏച്ചു കെട്ടിയാ മുഴച്ചു നിൽക്കുമെന്ന്? ഇനി അങ്ങനെ വേണ്ട. ഇവളെടുത്ത തീരുമാനം അത് തന്നെയാണ് ശരി. അമ്മയ്ക്ക് ഞാനൊരു സെക്കൻഡ് മാരേജുകാരിയെ പോകുന്നതിന്റെ വിഷമായിട്ടാ. അത് ഏതമ്മമാർക്കും ഉണ്ടാവും. എടീ, നീ വിഷമിക്കാതിരിക്കേ. ഇതുകൊണ്ടൊന്നും എന്റെ മോൾക്ക് മറ്റൊരു നല്ല ജീവിതം കിട്ടാതിരിക്കൊന്നുമില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അമ്മ സമാധാനമായിട്ടിരിക്കും. ആരെന്ത് പറഞ്ഞാലും ആദ്യത്തെ ബന്ധം ഒഴിയുന്നതിനോട് അമ്മയ്ക്ക് യോജിക്കാൻ പറ്റില്ല അച്ഛാ. പക്ഷേ എന്തുകൊണ്ടാണ് അവസാനം ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നറിഞ്ഞാ അമ്മ ചിലപ്പോ സമ്മതിക്കും. ഇനി പുതിയ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടമ്മേ, പുതിയ കാരണമൊന്നുമല്ല. പിന്നെ മൃദുലയുടെ മുന്നിൽ വെച്ച് ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. സത്യത്തിൽ ഞങ്ങൾ രണ്ടു ഒടുവിൽ സംസാരിച്ചു നിർത്തിയത് രാഹുലേട്ടനെ ഞാൻ അവക്ക് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു.